ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധിക തൻ്റെ മകളാണെന്ന് രാധികയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമം ഐശ്വര്യ വളരെ ഭംഗിയായി നിറവേറ്റി. അവസാനം ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഐശ്വര്യയുടെ ആ ഒരു പ്രവൃത്തി കണ്ട് മനസ്സിലാ മനസ്സോടെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടിയെത്തുകയാണ് രാധിക. ഐശ്വര്യയെ ആ ഒരു അവസ്ഥയിൽ നിന്ന് തിരികെ വിളിച്ച്, അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, അങ്ങനെയൊന്നും ചെയ്യരുതെന്നും ഇതൊന്നും തൽക്കാലം എനിക്ക് ഉൾക്കൊള്ളാനാവില്ലെന്നും ഒന്നും എന്നോട് നിർബന്ധിക്കരുതെന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയാൽ മാത്രമേ എനിക്ക് എന്തും ചെയ്യാനാവൂ എന്ന് രാധിക പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതോടൊപ്പം തന്നെ ഐശ്വര്യ രാധികയോട് പറഞ്ഞു, എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം മോളെ, നിനക്ക് വേണ്ടി ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നില്ലേ, ഇനി കുറച്ച് നാൾ കൂടി മുന്നോട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് രാധികയോട് പറയുകയാണ് ഐശ്വര്യ. ഐശ്വര്യയുടെ വാക്കുകൾ കേട്ട് മറ്റൊന്നും പറയാതെ രാധിക അവിടെ നിന്ന് പോകുമ്പോൾ രാധികയുടെ മനസ്സിൽ വല്ലാത്ത സംശയം തോന്നി. അമ്മയെന്ന് വിളിച്ചിട്ട് പോലും എനിക്ക് അവരോട് അങ്ങനെ ഒരു സ്നേഹം തോന്നുന്നില്ലല്ലോ. അവരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പോയപ്പോഴും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരം എന്തെന്നാൽ, അവര് ഒരു ജീവൻ, ആ ജീവനെ ഈ ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന് മാത്രമാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അല്ലാതെ അമ്മയോടുള്ള ഒരു സ്നേഹമോ ആ ഒരു വികാരമോ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. എന്താ കൃഷ്ണ ഇങ്ങനെയൊക്കെ? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം, എനിക്ക് നീ കാണിച്ചു തരണേ, എന്നെ ബോധ്യപ്പെടുത്തണേ എന്ന് രാധിക ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങുമ്പോൾ ഐശ്വര്യയോട് അടുത്തു നിന്ന സോന പറഞ്ഞു, കൊള്ളാം മേഡം, മേഡത്തിന്റെ ഈ ഒരു നീക്കം അത് ഫലം കണ്ടു. ഒരിക്കലും ആരും ഇങ്ങനെ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. എന്തായാലും മേഡത്തിന്റെ ഈ ഒരു കഴിവ് അത് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. എന്തായാലും രാധികയെ മേഡത്തിന്റെ വഴിക്ക് കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ഐശ്വര്യ പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ സോന, അവള് എൻ്റെ ജീവിതമാണല്ലോ അവളുടെ കയ്യിലിരിക്കുന്നത്, എൻ്റെ സുഖജീവിതം, അത് നേടുന്നത് വരെ ഞാൻ അവളുടെ അമ്മ തന്നെയായിരിക്കും എന്ന് ഐശ്വര്യയും മറുപടി നൽകി. അപ്പോഴാണ് ശ്യാമ ഇത്രയും നേരമായിട്ടും രാധിക മോളെ കാണാത്തതിൻ്റെ വേദനയിൽ അങ്ങനെ നിൽക്കുന്നത്. ഉടനെ തന്നെ അരികിലേക്ക് എത്തിയ അമൃത പറഞ്ഞു, എന്താ എന്താ ശ്യാമ ഇങ്ങനെ, നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാണ്? മോൾ ഇപ്പൊ തന്നെ ഇങ്ങ് എത്തുമല്ലോ എന്ന് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ കഴിയാതെ, അത് ഉൾക്കൊള്ളാനാവാതെ ആകെ വിഷമത്തോടെ രാധിക പറഞ്ഞു. ശ്യാമ പറഞ്ഞു, എന്തായാലും ആ ഒരു അപകടത്തിന് ശേഷം മോളെ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുവാ ഏട്ടത്തി, അതെന്താ അതെനിക്കറിയില്ല എന്ന് വിഷമത്തോടെ അമൃതയെടുത്തിയോട് ശ്യാമ മറുപടി നൽകി. ഇത് കേട്ടതും അമൃതയെടുത്തി പറഞ്ഞു, ശ്യാമേ, നീ വിഷമിക്കാതെ, ഭഗവാനുണ്ടല്ലോ എന്തിനും കാവലായിട്ടും നമുക്കൊപ്പവും, അതുകൊണ്ട് അതോർത്ത് ആശങ്കപ്പെടണ്ട, ഭഗവാൻ കൂടെ തന്നെയുണ്ട്, മോൾക്കൊരാപത്തും വരുത്തില്ല എന്ന് പറഞ്ഞ് അമൃതയെടുത്തി സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് രാധിക വരുന്നത് ശ്യാമ കണ്ടു. ഇതാ മോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ രാധിക അരികിലേക്ക് വന്നതും ആകെ വിഷമത്തോടെ ശ്യാമ ചോദിച്ചു, മോളെന്താ ഇത്രയും വൈകിയത് എന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ നടന്നു വന്നതുകൊണ്ട് വൈകിപ്പോയതാ എന്ന് രാധിക മറുപടി നൽകിയതും ശ്യാമ ഓടിച്ചെന്ന് മോളെ അങ്ങ് കെട്ടിപ്പിടിച്ചു. മോളെ ഇത്രയും നേരം കാണാതായപ്പോൾ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ രാധിക ആ അമ്മയുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള ആ കെട്ടിപ്പിടുത്തം, അതിൽ നിന്ന് കൃത്യമായി ശ്യാമയുടെ ആ സ്നേഹം തിരിച്ചറിയാൻ രാധികയ്ക്ക് കഴിയുന്നു. ഇതെൻ്റെ അമ്മ തന്നെയാണ് എന്നൊരു തോന്നൽ, അപ്പോൾ അമ്മയുടെ കരങ്ങളിൽ ചെന്ന് എത്തിയതുപോലെ ഒരു തോന്നലും ആ ഒരു ഫീലിങ്ങും രാധികയുടെ മനസ്സിലേക്ക് എത്തി. എന്നാൽ അങ്ങനെ ഒരു തോന്നൽ തൻ്റെ അടുത്ത് വന്ന അമ്മയാണെന്ന് പറയുന്ന ആ സ്ത്രീയോട് തനിക്ക് തോന്നുന്നില്ല എന്നും ആ നിമിഷം തന്നെ രാധിക ചിന്തിച്ചു. രാധിക അപ്പോഴേക്കും തന്നെ കെട്ടിപ്പിടിച്ച് തൻ്റെ സ്നേഹപ്രകടനമൊക്കെ നടത്തിയ ഐശ്വര്യയുടെ ആ പ്രവർത്തികളെക്കുറിച്ച് രാധിക അങ്ങനെ ഓർക്കുമ്പോൾ ശ്യാമ ചോദിച്ചു, എന്താ മോളെന്തിങ്ങനെ ആലോചിക്കുന്നത്? അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഈ ഒന്നുമില്ല, അന്നത്തെ ആ അപകടത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു പോയതാ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, മോൾക്ക് വേണ്ടി ഒരു സമ്മാനം ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് താൻ വാങ്ങിച്ചു വെച്ചിരുന്ന ആ ഗിഫ്റ്റ് രാധികയ്ക്ക് നൽകുകയാണ് ശ്യാമ. ആ ബോക്സ് തുറന്നതും അതിൽ ഒരു ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു സ്വർണ്ണ ലോക്കറ്റ്, ഭഗവാന്റെ ആ ഒരു രൂപമുള്ള ലോക്കറ്റ്, അത് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് ഗുരുവായൂരിന്ന് പൂജിച്ച് ഞാൻ നേരിട്ട് വാങ്ങിയതാണ് എന്ന് പറഞ്ഞു, ഇതെൻ്റെ മോൾക്ക് വേണ്ടിയുള്ളതാ എന്ന് പറഞ്ഞ് മോളുടെ മാലയിലിടാമെന്ന് പറഞ്ഞ് മാലയിലേക്ക് വേഗം ശ്യാമ കൈപിടിച്ചു. അപ്പോഴേക്കും ആ മാലയിൽ കിടന്ന ആ ലോക്കറ്റ് കണ്ടതും ആകെ വിഷമത്തിലായി രാധിക. പെട്ടെന്ന് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ശ്യാമ കാണാതിരിക്കാനായി പെട്ടെന്ന് ആ താലിയിൽ പിടിച്ചു. അപ്പോഴേക്കും മാലയിൽ കിടക്കുന്ന ആ മറ്റൊരു കൃഷ്ണവിഗ്രഹം കണ്ടു. അത് കണ്ടതോടെ അതിശയത്തിൽ, അല്ലെങ്കിൽ ആ കൃഷ്ണവിഗ്രഹം കണ്ടതോടെ വളരെ പ്രതീക്ഷയോടെ ശ്യാമ അതിലേക്ക് നോക്കുമ്പോൾ ഉടനെ രാധിക പറഞ്ഞു, ഇത് എന്നെ കിട്ടിയപ്പോൾ എൻ്റെ കഴുത്തിലുണ്ടായിരുന്നെന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ രാധികയെ വീണ്ടും കെട്ടിപ്പിടിച്ച് ശ്യാമ ഒരിക്കൽ കൂടി പൊട്ടിക്കരഞ്ഞു.
അത് കണ്ടതും ആകെ വിഷമായി രാധികയ്ക്കും ആകെ സംശയം തോന്നി. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, മോളിത് സൗകര്യം പോലെ ഇത് മോളുടെ മാലയിലിട്ടാൽ മതി എന്ന് പറഞ്ഞ് ആ കൃഷ്ണവിഗ്രഹം ആ ലോക്കറ്റ് നേരെ ശ്യാമ രാധികയുടെ കയ്യിലേക്ക് നൽകി. അപ്പോഴേക്കും രാധിക ചോദിച്ചു, അല്ല ഗുരുവായൂരിന്ന് നേരിട്ട് വാങ്ങിച്ചെന്നല്ലേ, പൂജിച്ച് നേരിട്ട് വാങ്ങിയെന്നല്ലേ പറഞ്ഞത്, അതെങ്ങനെ ശരിയാകും? അതിന് ഫിദാമാം ഗുരുവായൂർ പോവുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉടനെ ആ ശ്യാമ മറുപടി നൽകാനാകാതെ ആകെ കുഴഞ്ഞു എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അമൃതേടത്തി പറഞ്ഞു, അതെ, നേരിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാലേ ഞാനാണ് ക്ഷേത്രത്തിൽ പോയി പൂജിച്ച് വാങ്ങിച്ചത് ഫിദ പറഞ്ഞിട്ട് എന്ന് അമൃതേടത്തി അറിയിച്ചു. അതേന്ന് ശ്യാമ മറുപടി നൽകി. അപ്പോഴേക്കും രാധിക പറഞ്ഞു, ഓ ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് രാധിക ആ ലോക്കറ്റും കയ്യിൽ പിടിച്ച് അവിടെ നിന്ന് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങിയ രാധിക കഴുത്തിലേക്ക് ആ മാലയിലേക്ക് ആ ലോക്കറ്റ് ഇടാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ കഴുത്തിൽ കിടന്ന ആ ലോക്കറ്റ് കൂടി കണ്ടു. രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ടതോടെ രാധിക ആലോചിച്ചു, അല്ല, ഇതുപോലുള്ള ലോക്കറ്റ് എത്രയും ആളുകൾക്കുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ ആ സ്ത്രീ അവരൊരിക്കലും എൻ്റെ അമ്മയല്ല. അപ്പോൾ അവരെന്നോട് കള്ളം പറഞ്ഞതാണ്. എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? എന്തിനായിരിക്കും അവരിങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എൻ്റെ അടുത്ത്? എൻ്റെ കൃഷ്ണ, ഇതുകൂടി നീ എനിക്കൊന്ന് തെളിവാക്കി തരണേ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ ഒന്ന് ബോധ്യപ്പെടുത്തി തരണേ. അവരാരാണെന്ന് എനിക്ക് നീ ഒന്ന് മനസ്സിലാക്കി തരണേ എന്ന് രാധിക പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കാണുന്നത് വരുൺ ഇന്ന് നടന്ന തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു അപകടത്തെക്കുറിച്ച് വരുൺ ആലോചിച്ചിട്ട് വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുൺ വിളിക്കണം. അപ്പോഴേക്കും എസ് ഐ ഫോൺ എടുത്തിട്ട് വരുൺ വിവരങ്ങളൊക്കെ എസ് ഐയോട് ചോദിച്ചു. അന്വേഷണം എന്തായെന്നും കുറ്റവാളികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നും ചോദിച്ചതും അത് ഇപ്പം തന്നെ സിനിമ മിനിസ്റ്റർ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഇതിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു ഉത്തരവ് കൂടി വന്നതുകൊണ്ട് ഞങ്ങൾ വളരെ ഊർജിതമായി തന്നെയാണ് പ്രതികളെ അന്വേഷിക്കുന്നത്. ഇന്ന് തന്നെ അവരെ പിടികൂടാൻ ഞങ്ങൾ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് വരുണിനോട് അദ്ദേഹം അറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് വരുൺ ഫോൺ വയ്ക്കുമ്പോൾ വരുണിൻ്റെ ഈ സംസാരം കേട്ടുകൊണ്ട് ഗൗതം അവിടേക്ക് എത്തി. ഗൗതം പതിയെ വരുൺ അരികിലെത്തി ചോദിച്ചു, എന്താ വരുൺ, സ്റ്റേഷനിലേക്കാണോ വിളിച്ചത്? എന്താ പോലീസ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവരുടനെ തന്നെ പ്രതിയെ പിടികൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തായാലും നമ്മൾ തുടരന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പോലീസിൻ്റെ ഉത്സാഹക്കുറവ്, നിരുത്സാഹം അതിൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് നമ്മൾക്ക് അതിന് കണ്ടെത്തണമെന്ന്, ആ പ്രതികളെ പിടികൂടണമെന്ന് നമുക്ക് താല്പര്യമുണ്ടെന്ന്, നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി അവരെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മാത്രമേ കൃത്യമായി ആ പ്രതികളെ അവർ പിടികൂടൂ എന്നറിയിച്ചു. അത് കേട്ടതും ഗൗതം പറഞ്ഞു, അതെ വരുൺ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഇനി ചിലപ്പോൾ അവർ ചെയ്തത് അവർക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടായിട്ടാണെങ്കിലോ? ചിലപ്പോൾ ഈ ഫീൽഡിലല്ലേ, അപ്പോൾ പിന്നെ പ്രവർത്തകർക്കിടയിൽ എന്തെങ്കിലും ഒരു അസൂയയോ പരസ്പരം എന്തെങ്കിലും ഒരു എതിർപ്പോ അങ്ങനെ പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിക്കൂടാന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗൗതമിൻ്റെ ചോദ്യം കേട്ട് വരുൺ പെട്ടെന്ന് ചിന്തിച്ചു. അല്ല ഗൗതം, നീ പറഞ്ഞതുപോലെ ഒരു ചിന്ത ഈ പോലീസ് പോലും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, അല്ല, ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ഗൗതം പോകാൻ തുടങ്ങുമ്പോൾ വരുൺ ഗൗതമിനെ പിടിച്ചിരുത്തി. ഗൗതം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വരുൺ ചോദിച്ചു, അല്ല ഗൗതം, നീ ഇപ്പോൾ ചോദിച്ചതുപോലെ ഒരു ചോദ്യം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ നീ അന്ന് ലൊക്കേഷനിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഈ അപകടം നടക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നതല്ലേ? അപ്പോൾ ആ ലൊക്കേഷനിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം, പ്രവർത്തകർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ട് നിനക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറഞ്ഞു, ഏയ്, അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല വരുൺ എന്നറിയിച്ചു. ശരി, എന്നാൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു വരുൺ ഗൗതമിനെ പറഞ്ഞയച്ചു. ഗൗതം നേരെ കൽപ്പനയുടെയും ഉർവശിയുടെയും അരികിലേക്ക് എത്തി. ഈ വിവരം ഇരുവരോടും അറിയിച്ചു. വരുൺ വളരെ ഊർജിതമായിട്ട് തന്നെ, വളരെ ഉറച്ച തീരുമാനത്തോടെ തന്നെ ഇതിന് സത്യാവസ്ഥ കണ്ടെത്തണമെന്നും യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നും ഒക്കെയുള്ള ആ ഒരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോവുകയാണെന്ന് ഗൗതം പറയുമ്പോൾ ആകെ ടെൻഷനായി ഉറവിച്ചിക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ അച്ഛൻ കൂടിയില്ല. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ ഈ വീട്ടിൽ നിന്ന് ഒരാളും ശ്രമിച്ചെന്ന് വരില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താകുകയും ചെയ്യും എന്ന് ഉർവശി ആശങ്കയോടെ പറയുമ്പോൾ ഇത് കേട്ട ഗൗതം പറഞ്ഞു, ഏയ്, ഒരിക്കലുമില്ലമ്മേ, അങ്ങനെ ഒരു കാരണവശാലും ഈ കേസ് അന്വേഷണം നമ്മുടെ നേരെ വരാൻ പോകുന്നില്ല. നമുക്കിതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് ഒരിക്കലും പുറത്തു വരികയുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ കൃത്യമായി തന്നെ പ്രിയങ്ക ആ പ്രവർത്തകർക്ക്, അവിടുത്തെ ആ സ്റ്റാഫുകൾക്ക് പണം കൊടുക്കുന്ന വിഷ്വൽസ് കൃത്യമായി എൻ്റെ ഫോണിൽ ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും മനസ്സിലാവും ഇത് പ്രിയങ്ക തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന്. അത് ഏതൊക്കെ രീതിയിൽ കീറി മുറിച്ച് പരിശോധിച്ചാലും
അതിൽ യാതൊരു ഫേക്കായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു കാര്യം അവരുടെ ചിന്താഗതിയിൽ അവർക്ക് കണ്ടെത്താൻ കഴിയും. ഇതിൽ യാതൊരു സംശയവും ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയില്ല. എന്തായാലും അവർ ഇതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ അവർക്ക് മനസ്സിലാക്കാനും ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്താനും അവർക്ക് കഴിയുമെന്ന് ഉടനെ ഗൗതം പറഞ്ഞു. അത് കേട്ടതും ശരി, എങ്ങനെയാണേലും നീ ഈ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടാതിരുന്നാൽ മതി എന്ന് ഗൗതമിനോട് ഉർവശി അറിയിച്ചു. അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, അല്ല ഗൗതം, ഈ ഒരു അന്വേഷണം ഇനി മുന്നോട്ട് കൊണ്ടുപോകാതെ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും പോംവഴിയുണ്ടോ? പണം എത്ര വേണമെങ്കിലും മുടക്കാം, ഞാൻ തരാം, ഒന്ന് അന്വേഷിക്കുവോ എന്ന് ഗൗതമിനോട് ചോദിച്ചതും ഗൗതം പറഞ്ഞു, പണം കൊടുത്ത് ഈ ഒരു അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൽപ്പന. കാരണം അതിൻ്റെയൊക്കെ ഒരു സമയം ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉടനെ തന്നെ ഇതിൻ്റെ പ്രതികളെ പിടികൂടുമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഗൗതം ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉർവശി പറഞ്ഞു, മോനെ, ഒരു കാരണവശാലും ഇത് നമുക്കെതിരായിട്ട് വരരുത്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗൗതം പറഞ്ഞു, ആ വീഡിയോ എൻ്റെ പക്കലുള്ളിടത്തോളം കാലം അമ്മ പേടിക്കേണ്ട. അത് ഇനി നമ്മുടെ നേരെ അന്വേഷണം വരാൻ പോകുന്നു എന്ന് അറിയുന്ന ആ നിമിഷത്തിൽ ആ വീഡിയോ ഞാൻ പുറത്താക്കിയിരിക്കും. ഏതെങ്കിലും രീതിയിൽ ആ വീഡിയോ ഞാൻ പോലീസിൻ്റെ കൈകളിലെത്തിക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. പ്രിയങ്ക അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അതോർത്ത് അമ്മ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവരുടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പോംവഴി അവർ കണ്ടെത്തുന്നു. അപ്പോഴാണ് അതിലെ വരുണിനെയും അല്ലെങ്കിൽ രാധികയെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആ പ്രതികൾ അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി റോഷ് എന്ന ആ സിനിമാ നടൻ കടന്നു വന്നത്. കാറിലായ അദ്ദേഹം വരുന്ന നേരത്ത് അപ്പുറത്ത് മാറി നിന്ന് ചായ കുടിച്ചു നിൽക്കുന്ന ആ പ്രവർത്തകരെ രണ്ടുപേരെയും കണ്ടു. ഉടനെ റോഷ് വണ്ടി നിർത്തി വേഗം വരുണിനെ വിളിച്ചു. വരുൺ, ഇത് ഞാനാണ് റോഷ്. അന്ന് അപകടമുണ്ടായ സമയത്ത് ആ അപകടത്തിന് കാരണക്കാരായ ആ 2 സ്റ്റാഫുകളുണ്ടല്ലോ, അവരെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അത് കേട്ടതും വരുൺ ചോദിച്ചു, എവിടെയാണ് റോഷ്, എവിടെ വെച്ചാണ് താൻ കണ്ടത് എന്ന് ചോദിച്ചപ്പം, ദാ ഇവിടെ അടുത്ത് ഈ ബേക്കറി ജംഗ്ഷന് താഴെയായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ അവർ നിൽപ്പുണ്ട്, അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ടതും വരുൺ പറഞ്ഞു, റോഷ്, ഒരു കാര്യം ചെയ്യ്, അവരൊരു കാരണവശാലും രക്ഷപ്പെട്ടു പോകാനുള്ള അവസരം ഒരുക്കരുത്, എങ്ങനെയും അവരവിടെ പിടിച്ചു നിർത്തിയേ തീരൂ എന്ന് പറഞ്ഞു. ശരി, ഞാൻ നോക്കിക്കോളാം, വരുൺ എത്രയും വേഗം ഇവിടെ എത്തണം എന്ന് പറഞ്ഞ് റോഷ് ഫോൺ വെച്ചു. അപ്പോഴേക്കും ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം അവർ ഇരുവരും ഗ്ലാസ് കൊടുത്ത് പണം പേ ചെയ്തിട്ട് അവിടെ നിന്ന് അവർ നടന്നു നീങ്ങി. അപ്പോഴേക്കും റോഷ് വേഗം കാറിൽ നിന്നിറങ്ങി. അവരെവിടേക്കാണ് പോകുന്നതെന്ന് അറിയാനായി റോഷ് പതിയെ അവർക്ക് പിന്നാലെ നടന്നു. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ ആരോ നടന്നു വരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അത് റോഷാണെന്നും കണ്ടു. കുറച്ചുകൂടി അവർ മുന്നോട്ട് പോയപ്പോൾ റോഷ് വീണ്ടും അവരെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കണം. ഉടനെ അവർ പിന്തിരിഞ്ഞ് ചോദിച്ചു, എന്താ സാറെന്താ ഞങ്ങൾക്ക് പിന്നാലെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ റോഷി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അന്ന് ആ അപകടം ഉണ്ടാക്കിയത്, അവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടത് എന്തിനാണ് എന്ന് ചോദിച്ചു. അത് കേട്ടതും, അതൊക്കെ ഞങ്ങളുടെ സൗകര്യത്തിൽപ്പെടുന്ന കാര്യമല്ലേ സാർ എന്ന് അന്വേഷിക്കുന്നത്, പിന്നെ ഈ ലൊക്കേഷനിൽ നായകനും ഹീറോയിനും ഒക്കെ ലൊക്കേഷനിൽ മാത്രമേ ഉള്ളൂ, അതിന് പുറത്തു വന്നാൽ എല്ലാവരും സാധാരണ ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും റോഷി ചോദിച്ചു, അത് ശരി, അപ്പോൾ നിങ്ങളിപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികളാണ്, നിങ്ങളെ അങ്ങനെ വെറുതെ പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞതും, ആഹാ സാറാൾ കൊള്ളാലോ, താൻ എന്താണ് പറയുന്നത്, ഞങ്ങളെ ഇവിടുന്ന് പോകാൻ താൻ അനുവദിക്കില്ലെന്നോ, അതിന് തൻ്റെ അനുവാദം ആർക്കാണോ വേണ്ടത്, ഇവിടെ നിന്നൊന്ന് വിസിലടിച്ചാലുണ്ടല്ലോ ഈ ഏരിയ മുഴുവൻ ഞങ്ങളുടെ പിള്ളേരാണ്, അവര് ഇവിടെ പാഞ്ഞിവിടെ എത്തും, പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ പിന്നെ പോലീസ് പോലും വിചാരിച്ചാൽ നടക്കില്ല, മനസ്സിലായോ, അതുകൊണ്ട് ഹീറോ മര്യാദയ്ക്ക് പോകുന്ന നല്ലത് എന്ന് പറഞ്ഞതും റോഷ് പറഞ്ഞു, അതെന്താ ഞങ്ങൾക്ക് സിനിമയിൽ മാത്രമേ ഹീറോ ആകാൻ കഴിയൂ, ജീവിതത്തിൽ പാടില്ലെന്നുണ്ടോ എന്ന് ചോദിച്ച് റോഷ് അവിടെ തടഞ്ഞു നിർത്താൻ തുടങ്ങി. അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി റോഷിനെ ആക്രമിക്കുന്നു. റോഷ് അവരെ അവരോട് ചെറുത്തു നിൽക്കാൻ തന്നാലാകും വിധത്തിൽ ശ്രമിച്ചു. അവസാനം അവരുടെ ആ ഒരു തനിക്ക് നേരെയുള്ള അവരുടെ മർദ്ദനത്തിൽ അവശനായി റോഷ് നിലത്ത് വീഴുന്നു. നിലത്ത് കിടന്ന് അവരുടെ ഇടിയും തൊഴിയും ഒക്കെ കൊണ്ട് റോഷ് അവശനായി അവിടെ കിടക്കുമ്പോൾ റോഷിനോട് പറഞ്ഞു, അതെ സാറേ, നിങ്ങൾ ഈ സിനിമയിലുണ്ടല്ലോ, ഡൂപ്പിനെ വെച്ച് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യും, എത്രയൊക്കെ വേണമെങ്കിലും നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിൽക്കും, പക്ഷേ ഒരു കാര്യം സാറ് മനസ്സിലാക്കിക്കോ,
ഞങ്ങളോട് ഇങ്ങനെ നേരിട്ട് ഏറ്റുമുട്ടാൻ വന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കിയോ, അതാ തനിക്ക് നല്ലത്. ഞങ്ങളെ പിടികൂടാനൊന്നും തനിക്ക് കഴിയില്ല. താൻ ഞങ്ങളുടെ പിന്നാലെ വരികയും വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് റോഷനെ തല്ലി അവശനാക്കിയിട്ട് രണ്ടുപേരും കൂടെ അവിടുന്ന് രക്ഷപ്പെടാനായി പിന്തിരിഞ്ഞു നോക്കിയതും അവർക്ക് മുന്നിലേക്ക് വരുൺ നടന്നെടുത്തു. വരുണിനെ കണ്ടതും അവരാകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോൾ വരുൺ അരികിലേക്ക് ചെന്നിട്ട് അവരോട് ചോദിച്ചു, അല്ല, നിങ്ങളിങ്ങനെ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ റോഷ് ചിരിച്ചുകൊണ്ട് ആ നിലത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, എന്നാലേ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറഞ്ഞിട്ട് പോയാ മതിയടാ എന്ന് പറഞ്ഞ് വരുണും റോഷും അവരെ രണ്ടുപേരെയും തല്ലിച്ചതയ്ക്കണം. അവസാനം അവർക്ക് ചെറുത്തു നിൽക്കാനാകാതെ റോഷിന്റെയും വരുണിന്റെയും ആ ഏറ്റുമുട്ടലിൽ അവർ അവശരായി അവസാനം പിടികൊടുത്തു. ഉടനെ വരുൺ പറഞ്ഞു, ഇവരെ രണ്ടുപേരെയും നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ എത്തിക്കാം റോഷ്. ഇവരെ രണ്ടുപേരെയും ഇപ്പോ പോലീസിന്റെ കൈകളിൽ ഏൽപ്പിക്കാം. ഇവർ അവിടെ ചെല്ലുമ്പോഴേക്കും സത്യം പറഞ്ഞോളും എന്ന് വരുൺ റോഷനോട് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ചെയ്യാൻ വരുൺ എന്ന് പറഞ്ഞ് റോഷും വരുണും ചേർന്ന് ഇരുവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് കണിമംഗലത്ത് വളരെ ആശങ്കയോടെ നിൽക്കുകയാണ് പ്രിയങ്ക. എന്താ സംഭവിക്കുന്നതെന്നും എന്താണ് അവിടെ ഉണ്ടാവുന്നതെന്നും അറിയാതെ ആകെ വിഷമത്തോടെ ഇനി എന്താണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കുകയെന്നും അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ ആ പ്രതികളെ പിടികൂടിയാൽ താൻ അതിൽ പ്രതിയായി തീരുവല്ലോ എന്നൊക്കെയുള്ള ആശങ്ക ആലോചിച്ചുകൊണ്ട് പ്രിയങ്ക നിന്നു. എന്നാൽ സ്റ്റേഷനിലെത്തിയ ആ പ്രതികൾ കൃത്യമായി തന്നെ തന്റെ കൈകളിൽ ഏൽപ്പിച്ച പണം ആ കൊട്ടേഷൻ ആരുടേതായിരുന്നെന്ന് അറിയിച്ചു. അപ്പോഴേക്കും സ്റ്റേഷനിലെ ഒരു പോലീസിന്റെ ഫോണിലേക്ക് ഒരു വാട്സാപ്പ് വീഡിയോ എത്തുന്നു. ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയതും അതിൽ പ്രിയങ്ക അവർക്ക് പണം കൊടുക്കുന്ന വ്യക്തമായ ഒരു വിഷ്വൽസ് കണ്ടു. ആ വിഷ്വൽ കണ്ടതും ഉടനെ പ്രതികളോട് ചോദിച്ചു, ഇതാണോ നിങ്ങൾ പറഞ്ഞ സ്ത്രീ? ഇവരാണ് നിങ്ങൾക്ക് പണം തന്നത്, കൊട്ടേഷൻ തന്നത് എന്ന് ചോദിച്ചതും അതെ, ഇവർ തന്നെയാണ്. ഇവരുടെ പേരൊന്നും അറിയില്ല, പക്ഷെ ഇവർ തന്നെയാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നതും പണം നൽകിയതും എന്ന് അവർ സമ്മതിക്കുന്നു. അതോടെ രാധികയുടെ അനുജത്തി പ്രിയങ്കയാണ് ഇതിൽ യഥാർത്ഥ കുറ്റവാളി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ പോലീസ് വേഗം തന്നെ കണിമംഗലത്തേക്ക് എത്തി. അവിടേക്ക് എത്തിയതും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രാധിക മോളോട് എന്തെങ്കിലും എൻക്വയറിക്കായിട്ട് വന്നതായിരിക്കും എന്ന് പരമേശ്വരൻ SIയോട് ചോദിച്ചതും അതേന്ന് അദ്ദേഹം പറഞ്ഞതോടൊപ്പം വെറും എൻക്വയറി മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരോടും ചോദിക്കണം, പ്രത്യേകിച്ച് അന്ന് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഈ വീട്ടിൽ നിന്ന് വന്ന 2 വ്യക്തികൾ. അങ്ങനെ പറഞ്ഞതും എല്ലാവർക്കും ആകെ ടെൻഷനായി. അവസാനം പോലീസ് പ്രിയങ്കയുടെ മുന്നിലേക്ക് എത്തുന്നു. പ്രിയങ്കയാണ് രാധികയെ അപായപ്പെടുത്താനായിട്ട് പണം കൊടുത്തതെന്നും ആ പ്രതികൾ അത് സമ്മതിച്ചിട്ടുണ്ടെന്നും വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്നും അതുകൊണ്ട് പ്രിയങ്കയെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രിയങ്ക അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ എല്ലാവരും ആകെ ആശങ്കയിൽ നിൽക്കുകയാണ്. രാധിക ഇതെന്താ സംഭവിച്ചെന്നറിയാതെ ആകെ അന്തിച്ചു നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു, തന്റെ അനുജത്തിയെ ഒരിക്കലും അറസ്റ്റ് ചെയ്യില്ലെന്നുള്ള രീതിയിൽ രാധിക സംസാരിക്കുമ്പോൾ പോലീസ് പറഞ്ഞു, ഇല്ല മേഡം, ഞങ്ങൾക്ക് ഇതിൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം മേഡം പറഞ്ഞെന്ന് വെച്ചാൽ പോലും ഇതിൽ കുറ്റവാളിയെ കൃത്യമായി തന്നെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ മേഡത്തിന്റെ വാക്കിനല്ല, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഉത്തരവ് ഇട്ടിരിക്കുന്നത് മിനിസ്റ്ററാണ്. മിനിസ്റ്ററുടെ തീരുമാനത്തെ ഞങ്ങൾക്ക് എതിർക്കാനാവില്ല. അതുകൊണ്ട് മേഡം ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പ്രിയങ്കയെ പിടികൂടി അവിടെ നിന്ന് പോകുന്നു. പ്രിയങ്ക അറസ്റ്റിലായ വിവരം ഉടൻ തന്നെ ആറ്റുവാശ്ശേരിയിൽ അറിയാനിടയായി. മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കുമൊക്കെ അത് കേട്ടതോടെ വല്ലാത്ത ഒരു ഷോക്കായി. മുത്തശ്ശി ഉടൻ തന്നെ രാധികയെ ഫോൺ ചെയ്ത് ശാപവാക്കുകൾ കൊണ്ട് മൂടുന്നു. നീ ഒരുത്തി ഈ കുടുംബത്തേക്ക് വന്നത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും അവളുടെ അവസരം നീ തട്ടിയെടുത്തത് കൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ നിന്നോട് പ്രതികരിച്ചെന്നും നീ കാരണം തന്നെയാണ് ഈ കുടുംബം തകരുന്നതെന്നും ഈ കുടുംബത്തോട് നന്ദിയുണ്ടെങ്കിൽ, നിന്നെ ഇത്രയും നാളും വളർത്തിയതിന്റെ നന്ദി നിനക്കുണ്ടെങ്കിൽ എന്റെ പ്രിയങ്ക മോളെ നീ പുറത്ത് കൊണ്ടുവന്നിരിക്കണം എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശി രാധികയെ ശാപവാക്കുകൾ കൊണ്ട് മൂടി. എല്ലാം കേട്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വേദനയിൽ മുഴുകി നിൽക്കുകയാണ് രാധിക.